Hello dear children, welcome to Kids Area Online. നാളെ ഇന്റഗ്രേഷൻ ഡേ 3 എക്സാം ആണല്ലേ? എല്ലാവരും പഠിച്ചായിരുന്നോ? യെസ്, പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG ക്ലാസ്സസ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഇവിടെ റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഫീ നൽകിയാണ് പഠിക്കാനുള്ളത്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഡയറി, എല്ലാവർക്കും ഡയറി എഴുതാൻ അറിയാവോ? ഡയറി എങ്ങനെയാ ഡയറി എഴുതുക? ഇവിടെ നോക്കിയേ, മധുരിമയുടെ ഡയറി വായിക്കൂ. മധുരിമയുടെ ഡയറി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഡയറിയുടെ അടുത്ത് എന്താ നിങ്ങൾ കാണുന്നേ? ഒരു ചിത്രവും കാണുന്നു. ഇന്ന് നടന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ചിത്രവും മധുരിമ വരച്ചിരിക്കുന്നു. കണ്ടോ? അപ്പോൾ മധുരിമയുടെ ഡയറി നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ഇന്ന് എൻ്റെ പിറന്നാൾ. ഞങ്ങൾ പാർക്കിൽ പോയി, ചക്രം കറക്കി, സമ്മാനങ്ങൾ കിട്ടി, നല്ല ശീലങ്ങൾ എഴുതി, അതിനും സമ്മാനം കിട്ടി, ജീവികളെ കണ്ടു, പാട്ടുപാടി, പാർക്കിൽ കളിച്ചു, വീട്ടിലെത്തി, അമ്മുമ്മയോട് വിശേഷങ്ങൾ പറഞ്ഞു. ഇതിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? എന്താ ഡയറി? നിങ്ങൾ സ്കൂളിൽ ഡയറി എഴുതില്ലേ? ഓരോ ദിവസവും നടന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വയ്ക്കുന്നതാണ് ഡയറി. മനസ്സിലായോ? അതിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ചിത്രവും കൂടെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാം. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ വരയ്ക്കാം. അതാ ഡയറി. അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസത്തിലെ കാര്യങ്ങൾ എല്ലാം എഴുതുന്നതാണ് എന്താ? ഡയറി. അപ്പോൾ മധുരിമ എന്താ പറഞ്ഞേ? ഇന്ന് എൻ്റെ പിറന്നാൾ. ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത ഉണ്ടെങ്കിൽ പ്രത്യേകത എഴുതാം. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ എണീറ്റു. എവിടേക്ക് പോയി? നിങ്ങൾ പാർക്കിൽ പോയെങ്കിൽ പാർക്കിൽ പോയെന്ന് എഴുതാം. സ്കൂളിൽ പോയെങ്കിൽ സ്കൂളിൽ പോയെന്ന് എഴുതാം. അടുത്ത് സ്കൂളിൽ എന്തൊക്കെ ചെയ്തു, പാർക്കിൽ പോയെങ്കിൽ പാർക്കിൽ എന്തൊക്കെ ചെയ്തു, ബീച്ചിൽ പോയെങ്കിൽ ബീച്ചിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നിങ്ങൾ കഴിച്ചു, എന്തൊക്കെ നിങ്ങൾക്ക് വാങ്ങിത്തന്നു, അതൊക്കെ എഴുതാട്ടോ. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ അമ്മ ഒരുക്കി വെച്ചിരുന്നത്, നിങ്ങളിന്ന് കളിച്ചെങ്കിൽ കളിച്ചു, എന്തൊക്കെ കളികളാണ് കളിച്ചത്, രാത്രി എന്ത് ചെയ്തു, എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുന്നതാണെങ്കിൽ ഉറങ്ങുക, അല്ലെങ്കിൽ വിശേഷങ്ങൾ പറയുന്നതാണെങ്കിൽ വിശേഷങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എഴുതുന്നതാണ് ഡയറി. ഡയറി എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടേ? അതിനോടൊപ്പം നിങ്ങൾ ഒരു ചിത്രവും കൂടി ഇതുപോലെ വരയ്ക്കുക. ഓക്കെ? അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ആരുടെ ഡയറിയാണോ എഴുതാൻ ചോദിക്കുന്നത്, അപ്പോൾ എന്താണ്, ആമിയുടെ ഡയറി എഴുതാൻ പറയുകയാണെങ്കിൽ ആമി ചെയ്ത കാര്യങ്ങൾ എഴുതുന്നതാണ് ആമിയുടെ ഡയറി. ഓക്കെ? മധുരിമയുടെ ഡയറി, മധുരിമ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എഴുതുന്നതാണ് മധുരിമയുടെ ഡയറി. അപ്പൊ ഇന്ന് ചെയ്ത കാര്യങ്ങൾ, ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുന്നതാണ് ഡയറി. അപ്പൊ ഡയറി ആരും തെറ്റാതെ എഴുതുമല്ലോ? എഴുതും. ഇവിടെ നോക്കിയേ, സ്വന്തം ഡയറി എഴുതൂ. ഡയറി എഴുതാൻ പറയും. ഇന്ന് എന്താണ്, രാവിലെ എണീറ്റു, അല്ലെങ്കിൽ ഇന്ന് എന്താണ് നിങ്ങൾ ചെയ്തത് അത് എഴുതുക. എവിടെയൊക്കെ പോയി, എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ കളിച്ചു, അതൊക്കെയാണ് സ്വന്തം ഡയറിയിൽ എഴുതുക. അതോടൊപ്പം എന്ത് ചെയ്യണം? ഞാൻ വരച്ച ചിത്രം, നിങ്ങൾ വരച്ച ചിത്രവും എന്ത് ചെയ്യണം? അതിനോടൊപ്പം കൂട്ടിച്ചേർക്കണം. ഓക്കെ? ഓക്കെ. അപ്പൊ ഡയറി എഴുതാൻ എല്ലാവർക്കും അറിയാലോ. ഡയറി ആരും തെറ്റിക്കില്ലല്ലോ? ഇല്ല. അടുത്ത് നോക്കിയേ, കഥാപുസ്തകം. ഇവിടെ ഒരു കഥയുണ്ട്. ആ കഥയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ എന്തായിരിക്കും, ചിത്രം നൽകിയിട്ട് കഥ നിങ്ങൾ പൂർത്തിയാക്കുക. ആ ചിത്രം കണ്ട് മനസ്സിലാക്കി എന്ത് കഥയാണെന്ന് നിങ്ങൾ എഴുതാനായിരിക്കും. ചിലപ്പോൾ കഥയുടെ ഭാഗങ്ങൾ, എഴുതേണ്ട ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ടാവും. അത് എടുത്തെഴുതിയാൽ മാത്രം മതിയാവും. രണ്ട് രീതിയിൽ ചോദിക്കാം. കഥ എഴുതുന്നത് ഒന്നുകിൽ തന്നിട്ടുണ്ടാവും, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് സെന്റൻസ് എടുത്ത് എഴുതിയാൽ മതിയാവും, കഥ പൂർത്തിയാക്കിയാൽ മതിയാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ചിത്രങ്ങൾ നൽകിയിരിക്കും. ആ കഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് പൂർത്തിയാക്കണം. ഓക്കെ? ഇവിടെ നോക്കിയേ, എത്ര സെന്റൻസ് ആളെ. പമ്മി പമ്മി വന്നു, കുറുക്കനെ കണ്ടു, അരി തിന്നുകയായിരുന്നു, കുറുക്കനെ കൊത്തി, കുറുക്കനോടി. കോഴിയമ്മയും മക്കളും എന്താ ചെയ്തേ? പമ്മി പമ്മി വന്നോ, കുറുക്കനെ കണ്ടോ, അരി തിന്നുകയായിരുന്നോ, കുറുക്കനെ കൊത്തിയോ, കുറുക്കൻ ഓടിയോ? ഈ ചിത്രം കണ്ടിട്ട് എന്താ തോന്നുന്നേ? കോഴിയമ്മയും മക്കളും അരി തിന്നുകയായിരുന്നു. കണ്ടോ? അരി തിന്നുകയില്ലേ? അപ്പൊ ഇവിടെ ഏതാ എഴുതേണ്ടത്?
ദാ ഇവിടെ നൽകിയിട്ടുള്ള ഇതാണ് എടുത്തെഴുതാനുള്ളത്. അരി തിന്നുകയായിരുന്നു. അരി തിന്നുകയായിരുന്നു. അരി തിന്നുകയായിരുന്നു. ഓക്കെ, മനസ്സിലായോ? എങ്ങനെയാണ് എടുത്തെഴുതേണ്ടത് മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചിത്രം നോക്കാം. അടുത്ത ചിത്രത്തിൽ എന്താണെന്ന് നോക്കിയേ. കുറുക്കൻ എന്താ ചെയ്ത? കുറുക്കൻ എങ്ങനെയാ വരുന്നേ? ഇവിടെ കുറുക്കനെ കണ്ടു, കുറുക്കനെ കൊത്തി, കുറുക്കൻ ഓടി, പമ്മി പമ്മി വന്നു. ഇത് കണ്ടിട്ട് ഏതായിരിക്കും ശരി? യെസ്, പമ്മി പമ്മി വന്നു. കുറുക്കൻ കോഴിയമ്മയും മക്കളും അരി തിന്നുകയായിരുന്നു. കഥ പൂർത്തിയാക്കണം കേട്ടോ. കുറുക്കൻ പമ്മി പമ്മി വന്നു. കുറുക്കൻ പമ്മി പമ്മി വന്നു. കുറുക്കൻ പമ്മി പമ്മി വന്നു. ഇപ്പൊ രണ്ടാമത്തതും ആയി. ഇനി മൂന്നാമത് എന്താണെന്ന് നോക്കാം. കുറുക്കൻ കോഴിയമ്മയും മക്കൾ അരി തിന്നുകയായിരുന്നു. കുറുക്കൻ പമ്മി പമ്മി വന്നു. ഇത് കണ്ടിട്ട് എന്താ തോന്നി? ഈ ചിത്രം കണ്ടിട്ട് എന്താ തോന്നുന്നേ? പൂവൻ കോഴി കുറുക്കനെ കൊത്തി, കുറുക്കനെ കണ്ടു, കുറുക്കൻ ഓടി. ഏതാ ശരി? കുറുക്കനെ കണ്ടു. കണ്ടു, ദൂരോട്ട് നോക്കുന്നുണ്ടോ? പൂവൻ കോഴി കുറുക്കനെ കണ്ടു. പൂവൻ കോഴി കുറുക്കനെ കണ്ടു. ഓക്കെ, പൂവൻ കോഴി കുറുക്കനെ കണ്ടു. അടുത്ത ചിത്രം നോക്കിയിട്ട് അതിന് ശരിയായ വാക്യം എഴുതിയേ. പറന്നു വന്നു, കുറുക്കനെ കൊത്തി. പൂവൻകോഴി കുറുക്കനെ കണ്ടു, പറന്നു വന്നു, കുറുക്കനെ കൊത്തി. അപ്പൊ അടുത്ത സെന്റൻസ് ഏതാ? ഇതാണ് അടുത്ത സെന്റൻസ്. കുറുക്കനെ കൊത്തി. കുറുക്കനെ കൊത്തി. ഓക്കെ, അതുമായല്ലോ. ഇനി അടുത്തെന്താണെന്ന് നോക്കാം. എന്താ ചെയ്യുന്നേ? കുറുക്കൻ ഓടി. കുറുക്കൻ ഓടി. അതാണ് അടുത്തെഴുതാനുള്ളത്. കുറുക്കൻ ഓടി. ഓക്കെ, കഥ പൂർത്തിയായല്ലോ. ഇവിടെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? കോഴിയമ്മയും മക്കളും അരി തിന്നുകയായിരുന്നു. കുറുക്കൻ പമ്മി പമ്മി വന്നു. പൂവൻ കോഴി കുറുക്കനെ കണ്ടു. പൂവൻ കോഴി എന്ത് ചെയ്തു? കുറുക്കനെ പറന്നു വന്ന് കുറുക്കനെ കൊത്തി. കുറുക്കൻ ഓടി. കഥ പൂർത്തിയായത് കണ്ടോ? ചിലപ്പോൾ എന്താ, നിങ്ങൾക്ക് മുകളിൽ ഇതുപോലെ ഫില്ല് ചെയ്യാനായിട്ട് എഴുതാനായിട്ട് തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? കഥ എഴുതി പൂർത്തിയാക്കണം. ചിത്രം കണ്ട് നിങ്ങൾ മനസ്സിലാക്കി ആ കഥ പൂർത്തിയാക്കണം. ഓക്കെ, ചെയ്യുമല്ലോ. ഈസി അല്ലേ? ഡയറി പഠിച്ചു, കഥ പൂർത്തിയാക്കാൻ പഠിച്ചു. അടുത്തെന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഇതൊരു ചിത്രമാണ്. ഈ ചിത്രത്തിലെ കാണുന്ന ആകൃതികൾ ഇവിടെ ഏതൊക്കെയുണ്ട്? ഇവിടെ ഒരു തലയുണ്ട്, രണ്ട് കണ്ണുകളുണ്ട്, വായുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, കാൽപാദങ്ങളുണ്ട്. നോക്കിയേ, ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് കളർ ചെയ്യാം? ഇവിടെ എന്താ ഉള്ളത്? ഒരു തലയുണ്ട്. തലയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ തലയ്ക്ക് നമ്മൾ കളർ കൊടുക്കണം. ഈ തല എവിടെയാ ഇതിലുള്ളത്? ഹെഡ് ഏതാണ്? ഇതാണ് മുഖം. അപ്പൊ എന്ത് ചെയ്യണം? ഇത് നമ്മൾ പുറത്തു പോകാതെ കളർ ചെയ്യാം. ഓക്കെ, അടുത്ത എന്താ ഉള്ളത്? രണ്ട് കണ്ണുകൾ. രണ്ട് കണ്ണുകൾ എവിടെയാ? ഇവിടെയാണ് രണ്ട് കണ്ണുകൾ. അടുത്ത വാ. വാ എവിടെയാ? ഇതാണ് വാ. രണ്ട് കൈകൾ. ഇതാണ് രണ്ട് കൈകൾ. വേറെ എവിടെയാ? അടുത്ത കൈ എവിടെയാ? കണ്ടോ, ഇതാണ് അടുത്ത കൈ. ഇനി എന്താണുള്ളത്? സ്ക്വയർ ഉണ്ടല്ലേ. സ്ക്വയർ എന്ത് ചെയ്യാ? കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ഉള്ളത് നമ്മൾ കണ്ടെത്തി കളർ ചെയ്യുക. ഓക്കെ, ഇനി എന്താ ഉള്ളത്? രണ്ട് കാലുകളുണ്ട്. കാലുകൾ എവിടെയാ? ഒരു കാല് ഇവിടെയുണ്ട്, ഒരു കാലിത്, അടുത്ത കാല്. ഇനി എന്താ ഉള്ളത്? പാദങ്ങളുണ്ട്. അതേതാണ്? ഇതാണ്. ഓക്കെ, മനസ്സിലായോ? അടുത്തതെന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്,
എത്ര ട്രയാങ്കിൾ ഉണ്ട്? ട്രയാങ്കിൾ എത്രയാണ്? ട്രയാങ്കിൾ എത്ര ട്രയാങ്കിൾ ഉണ്ട്? പറഞ്ഞ എത്ര ട്രയാങ്കിളാ ഉള്ളേ? 1 1 2. എത്ര ട്രയാങ്കിൾ ഉണ്ട്? 2. എത്ര സ്ക്വയർ ഉണ്ട്? സ്ക്വയർ എത്രയുണ്ട്? 1 2 3 4 5 6. എത്ര സ്ക്വയർ ഉണ്ട്? 6. ഇനി എത്ര സർക്കിൾ ഉണ്ട്? എത്ര സർക്കിൾ ഉണ്ട്? 1 2 3. 3 സർക്കിൾ. അപ്പൊ ഇതും എഴുതാൻ അറിയാലോ. സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, ഇത് മൂന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലെ ഷേപ്സ്, ആകൃതികൾ കണ്ടുപിടിച്ച് കളർ ചെയ്യുക. ഓരോന്നും എത്ര വീതമുണ്ട്, ഹൗ മെനി എന്ന് ചോദിച്ചാൽ എഴുതാറിയില്ല. ഹൗ മെനി സ്ക്വയേഴ്സ്, ഹൗ മെനി ട്രയാങ്കിൾസ്, ഹൗ മെനി സർക്കിൾസ്, എത്ര വട്ടങ്ങൾ, എത്ര ത്രികോണങ്ങൾ, എത്ര ചതുരങ്ങൾ എഴുതാൻ അറിയാലോ. തെറ്റിക്കില്ലല്ലോ. യെസ്, ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.